പൊന്മന സംസ്കൃതി ഗ്രന്ഥശാലയിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായാണ് സദസ്സ് സംഘടിപ്പിച്ചത്. റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായാണ് പൊന്മന സംസ്കൃതി ഗ്രന്ഥശാലയിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചത്. പ്രഭാഷകൻ വി.കെ. സുരേഷ് ബാബു കണ്ണൂർ ഉദ്ഘാടനം നിർവഹിച്ചു. റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് മുതൽ തെറ്റാണ്. ഇന്ത്യ രാജാവിൻ്റെതല്ല. ഇന്ത്യ ഒരു രാഷ്ട്രമാണ്. രാജ്യവും രാഷ്ട്രവും തമ്മിൽ എന്താ വ്യത്യാസം? രാജ്യം രാജാവിൻ്റെതാണ്, രാഷ്ട്രം ജനങ്ങളുടേതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരി ആരാവണമെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറലായ സി രാജഗോപാലാചാരിയാണോ ഇന്ത്യയുടെ ഭരണാധികാരി? അല്ല. മൗണ്ട് ബാറ്റൻ പ്രഭുവാണോ? അല്ല. ഇന്ത്യയുടെ ഭരണാധികാരി ആരാണെന്ന് 47 ആഗസ്റ്റ് 15 മുതൽ 1950 ജനുവരി 26 വരെ ഇന്ത്യയിലെ രാഷ്ട്രതന്ത്രജ്ഞന്മാർ, ബുദ്ധിജീവികൾ, പൗരപ്രമുഖർ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യുവാൻ വേണ്ടി ഉണ്ടാക്കിയ സഭയുടെ പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇപ്പൊ നമ്മൾ നിയമസഭ കൂടുന്നില്ലേ, അതുപോലെ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ലോകത്തിലുള്ള എല്ലാ ഭരണഘടനയും പഠിച്ചു. ജനപ്രതിനിധികളായ ഐ ജയലക്ഷ്മി, ഐറിൻ, മോഹൻകുമാർ എന്നിവർക്ക് ആദരവ് നൽകി. ഗ്രന്ഥശാല പ്രസിഡന്റ് സാംസൺ പൊന്മന അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ആർ മുരളി സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി.ബി. ശിവൻ, സി. മനു, ജസീന്ത എന്നിവർ പങ്കെടുത്തു. ഗ്രന്ഥശാല നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ.